ഹലോ, ഇന്ന് കുറച്ച് ഹോസ്പിറ്റൽ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. മഴക്കാലമായതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലുകാർക്കൊക്കെ സീസൺ ടൈം ആണല്ലേ. അപ്പം ഞങ്ങളും കുറച്ച് ദിവസം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു കേട്ടോ. യാമിക്ക് നല്ല ചുമയും കഫക്കെട്ടും പനിയൊക്കെ ആയിട്ട് ഞങ്ങളൊരു 5 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. അവളെയും കൊണ്ട് കുറേ മരുന്നൊക്കെ കൊടുത്തുട്ടോ. ആവി പിടിച്ചു, അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല. അഡ്മിറ്റ് ആക്കേണ്ടി വരുമെന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ പിന്നെ അഡ്മിറ്റ് ആക്കുകയാണ് ചെയ്തത് കേട്ടോ. ഈ ചെറിയ മക്കൾ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണല്ലേ. പറഞ്ഞാൽ മനസ്സിലാവുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കണ്ട് ഇരുത്താം. പക്ഷേ ഇവരതിനൊന്നും പറ്റൂലല്ലോ. ഞാനും ഈ പ്രായത്തിലൊന്നും അഡ്മിറ്റ് കേസ് വരാത്തതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ അമിക്ക് വന്നപ്പോൾ ശരിക്കും ആ ഒരു പ്രായത്തിലുള്ള മക്കൾ അഡ്മിറ്റ് ആകുമ്പോഴുള്ള ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഗ്ലൂക്കോസിൻ്റെ ഒരു കുപ്പിനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. കാരണം ഓള് ഉറങ്ങുമ്പോൾ കൈ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് നീങ്ങിയാൽ പിന്നെ അത് കയറൂല. ഉണർന്നിരിക്കുമ്പോഴാണെങ്കിൽ അതിന് സമ്മതിക്കില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് റൂം കിട്ടിയത് 7th ഫ്ലോറിലാണ് കേട്ടോ. 7th ഫ്ലോർ ആയതുകൊണ്ട് തന്നെ നമ്മൾ ലിഫ്റ്റാണ് കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ലിഫ്റ്റിൽ കയറിയപ്പോൾ ഞാനും മെഡിസിൻ വാങ്ങാൻ വേണ്ടി താഴെ പോയി. പിന്നെ ലിഫ്റ്റിൽ കയറി മേലേക്ക് പോവാണ് കേട്ടോ. അപ്പം ഒരു 3rd ഫ്ലോർ എത്തിയപ്പോൾക്ക് ലിഫ്റ്റ് സ്റ്റക്കായിട്ടോ. ഞങ്ങളെ ഭാഗ്യത്തിന് അതിൽ ആ ഹോസ്പിറ്റലിൽ തന്നെയുള്ള 2 സ്റ്റാഫ് ഉണ്ടായിരുന്നു കേട്ടോ. അവർ കുറേ ഡോറൊക്കെ വലിച്ച് തുറക്കാനൊക്കെ നോക്കി, പക്ഷെ ഒന്നും കിട്ടിയില്ല. പിന്നെ ഒരു ഫോൺ എടുത്ത് ആരൊക്കെയോ വിളിച്ചു, ഞങ്ങളിതിൽ പെട്ടിട്ടുണ്ട്, നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അതിൽ നിന്നിട്ടോ ഞങ്ങൾ. പിന്നെ ആരോ വന്ന് ഡോറ് തുറക്കുമ്പോൾ ഞങ്ങൾ കാണുന്നത് 3rd ഫ്ലോറാണ് കേട്ടോ. ഞങ്ങൾ 3rd നിന്ന് പോകുന്നും ചെയ്തു, 4th എത്തിയിട്ടുമില്ല. അങ്ങനെ സെൻട്രലായിട്ടാണ് കേട്ടോ നിന്നത്. എന്നിട്ട് ഞങ്ങൾ മേലെന്ന് താഴേക്ക് 3rd ഫ്ലോർക്ക് തന്നെ ചാടുകയാണ് ചെയ്തത് കേട്ടോ. ഞാനും സത്യം പറഞ്ഞാൽ രണ്ടാമത്തെ വട്ടമാണ് ലിഫ്റ്റിൽ കുടുങ്ങണത്. അപ്പോൾ ഓന് ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു. കുറേ മുമ്പ് ഒരു കല്യാണത്തിന് പോയപ്പം അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിലുള്ള ലിഫ്റ്റിൽ ഇതേപോലെ ഓല് കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇതും കൂടി ആയപ്പോൾ പിന്നെ ഓന് ഭയങ്കര പേടിയായി. പിന്നീട് അങ്ങോട്ട് ലിഫ്റ്റ് ഓനക്ക് പറ്റുന്നല്ല കേട്ടോ. ഓന് ഞങ്ങൾ അതിൽ കയറാനായിക്കില്ല, ഓനും കയറില്ല. അങ്ങനെ ചെയ്യുന്നു കേട്ടോ. ഞാൻ പിന്നെ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരും, രാത്രി ഇപ്പാൻ്റെ കൂടെ വീട്ടിലേക്ക് പോവും. അങ്ങനെ കേട്ടോ. ഫുഡും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ തന്നെ കഴിച്ചത്. അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നായിരുന്നു ഞങ്ങൾ വാങ്ങിയതൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ നമ്മൾ 5ാമത്തെ ദിവസം ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി. 3 ദിവസം നല്ല പനി ഉണ്ടായിരുന്നു കേട്ടോ. ഓൾക്ക് ഈ നഴ്സുമാർ വരുമ്പോൾ തന്നെ അവരെ കാണുമ്പോൾ തന്നെ ഓൾ കരച്ചില്ലേനു. പിന്നെ കുറേ ഓക്കെ ആയി, ഒന്നും ഫുഡും കഴിക്കൂല, അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അവിടെ കുറേ കുഞ്ഞുമക്കൾ അഡ്മിറ്റായിട്ട് കിടക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ കേട്ടോ പ്രശ്നം, കഫക്കെട്ട്, പനി. ഇതാണ് ചോദിക്കുന്നവരൊക്കെ പറയണത്. അങ്ങനെ ഏതായാലും അൽഹംദുലില്ലാ ഓളതൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഡിസ്ചാർജായി വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഓളെ കൈമുള്ള ഈ ഒരു സൂചി അയക്കുകയാണ് കേട്ടോ. കരച്ചിലൊന്നും ഇല്ലേനു. ഓള് കൂളായിട്ട് തന്നെ അതിന് കാണിച്ചു കൊടുക്കണ്ടേനു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടിയും പ്രമാണങ്ങളൊക്കെ ആയിട്ട് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. യാനുവിൻ്റെ പണിയാണ് ആ ഒരു ഗ്ലൂക്കോസിൻ്റെ കുപ്പി എടുത്തത് കേട്ടോ. ഓനത് വേണമെന്ന് ഭയങ്കര നിർബന്ധം. ഓന് പിന്നെ എല്ലാം ആവശ്യമാണ് കേട്ടോ. ഓന് ഭയങ്കര നാളൊരു സോന അഡ്മിറ്റായി കിടന്നപ്പോഴും അവിടുന്ന് തിരിച്ച് പോരുമ്പോൾ ഈ ഒരു ഗ്ലൂക്കോസിൻ്റെ കുപ്പിയും സിറിഞ്ചും ഒക്കെ പാടെ എടുത്തിട്ടായിരുന്നു ഓന് വീട്ടിലേക്ക് വന്നത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണും വരേക്കും. ബായ്.